ബ്ലൂ വേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് PSC കൂടുതലായി ചോദിക്കുന്ന ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് എൻവയോൺമെന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി 2023-24 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേര്. കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി 2023-24 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേര് മിഷ്ടി എന്നാണ്. കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി 2023-24 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേര്. അടുത്തത്, ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം. അടുത്തത്, നാഗി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബീഹാറിലാണ് നാഗി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അംഗസമുദ്ര പക്ഷി സംരക്ഷണ മേഖല സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് അംഗസമുദ്ര പക്ഷി സംരക്ഷണ മേഖല സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, 2024 സംസ്ഥാനതല വന മഹോത്സവത്തിന്റെ വേദി തിരുവനന്തപുരമാണ് 2024 സംസ്ഥാന വന മഹോത്സവത്തിന്റെ വേദി. അടുത്തത്, 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടി വേദി. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടി വേദി ഏതാണ് എന്നാണ്? റോട്ടർഡാം ആണ്, നെതർലൻഡിലാണ്. 2023-24 കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിച്ച തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും ജൈവസമ്പത്തും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന പദ്ധതിയുടെ പേര്. 2023-24 കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിച്ച തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും ജൈവസമ്പത്തും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന പദ്ധതിയുടെ പേര് അമൃത് ധരോഹർ പദ്ധതിയാണ്. ഇന്ത്യയിലെ വംശനാശം സംഭവിച്ച ചീറ്റകളുടെ പുനരവതരിപ്പിക്കൽ കൊണ്ടുവന്ന പദ്ധതിയുടെ പേര് പ്രോജക്റ്റ് ചീറ്റ എന്നാണ്. പ്രോജക്റ്റ് ചീറ്റയുടെ ആദ്യഘട്ടം 2022 നമീബിയാണ്. പ്രോജക്റ്റ് ചീറ്റയുടെ ആദ്യഘട്ടം. പ്രോജക്റ്റ് ചീറ്റയുടെ രണ്ടാം ഘട്ടം 2023 ദക്ഷിണാഫ്രിക്കയാണ്. പ്രോജക്റ്റ് ചീറ്റയുടെ രണ്ടാം ഘട്ടം. അടുത്തത്, 2025 പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി. 2025 പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി ദക്ഷിണ കൊറിയയാണ്. 2025 പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി. 2024 പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി 25 ദക്ഷിണ കൊറിയയാണ്. 24ന്റെ വേദി സൗദി അറേബ്യയാണ്. 2024 പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി സൗദി അറേബ്യയാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല. ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാടാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല. അടുത്തത്, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രതിപാദ്യ വിഷയമായി ഇറക്കിയ സിനിമ ഏതാണ്? ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രതിപാദ്യ വിഷയമായി ഇറക്കിയ സിനിമ ഏതാണ്? ഇതുവരെ എന്നാണ്. പരിക്കേറ്റ മൃഗങ്ങളുടെ സംരക്ഷണത്തിനായി റിലയൻസ് ഫൗണ്ടേഷൻ ആരംഭിച്ച പ്രോജക്റ്റിന്റെ പേര് വൻതാര എന്നാണ്. ഗുജറാത്തിലാണ്. അടുത്തത്, 2024 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പ്രധാനമന്ത്രി ആരംഭിച്ച ക്യാമ്പയിൻ. 2024 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പ്രധാനമന്ത്രി ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് ഏക് പേഡ് മാം കെ നാം എന്നാണ്. മോക്ക ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ കരുണ എന്നാണ്. മോക്ക ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേര്. ഭൂകമ്പം ബാധിച്ച തുർക്കിയിലും സിറിയയിലും ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരെന്താണ്? ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേര് ഓപ്പറേഷൻ ദോസ്ത് എന്നാണ്. മോക്ക ചുഴലിക്കാറ്റിന്റെ ഭാഗമായി മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേര് ഓപ്പറേഷൻ കരുണ എന്നാണെങ്കിൽ, ഭൂകമ്പം ബാധിച്ച തുർക്കിയിലും സിറിയയിലും ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേര് ഓപ്പറേഷൻ ദോസ്ത് എന്നാണ്. അടുത്തത്, 2024 ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത്. 2024 ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ്. പ്രോജക്ട് ടൈഗറിന്റെ 2023 എത്രാമത്തെ വാർഷികമായിരുന്നു?
പ്രോജക്ട് ടൈഗറിന്റെ 2023 എത്രാമത്തെ വാർഷികം ആയിരുന്നു? 50ാമത്തെ വാർഷികമായിരുന്നു. ദക്ഷിണേഷ്യൻ മേഖലയിലെ ഭക്ഷ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ബീഹാർ പുറത്തിറക്കിയ പ്രഖ്യാപനം. ദക്ഷിണേഷ്യൻ മേഖലയിലെ ഭക്ഷ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ബീഹാർ പുറത്തിറക്കിയ പ്രഖ്യാപനം പാറ്റ്ന പ്രഖ്യാപനം എന്നാണ്. ഇന്ത്യയിലെ 56ാമത്തെ ടൈഗർ റിസർവുകൾ ഏതാണ്? ഇന്ത്യയിലെ 56ാമത്തെ ടൈഗർ റിസർവുകൾ ഏതാണ്? ഗുരു ഘാസിദാസ് താമൂർ പിഗ്ല എന്നാണ്. ഛത്തീസ്ഗഡ് ആണ്. 55ാമത്തേതാണെങ്കിൽ ധോൽപൂർ കരൗലിയാണ്, രാജസ്ഥാനിലാണ് 55ാമത്തേത്. അടുത്തത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 150ാം വാർഷികം എന്നാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 150ാം വാർഷികം എന്നാണ്. 2025 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 150ാം വാർഷികം. പ്രഥമ ഹിമപുലി സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിമപുലി ഉള്ളത്? പ്രഥമ ഹിമപുലി സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിമപുലി ഉള്ളത് ലഡാക്കിലാണ്. ഹിമപുലി സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിമപുലി ഉള്ളത്. 2024 പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം? 2024 പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. 1993 to 2022 കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം? 1993 മുതൽ 2022 കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഏതാണ്? ഡൊമിനികയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം. 2022 പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ പാകിസ്ഥാനാണ്. 2022 പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ചത് പാകിസ്ഥാനിലാണ്. നഗരപ്രദേശങ്ങളിലെ ജലാശയങ്ങൾ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന പദ്ധതി? നഗരപ്രദേശങ്ങളിലെ ജലാശയങ്ങൾ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന പദ്ധതിയുടെ പേര്? ആമ പോഖാരിയാണ്. 2023 കണ്ടൽക്കാട് ദിനത്തോടനുബന്ധിച്ച് മാൻഗ്രോവ് സെൽ ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? 2023 കണ്ടൽക്കാട് ദിനത്തോടനുബന്ധിച്ച് മാൻഗ്രോവ് സെൽ ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? പശ്ചിമ ബംഗാളാണ് ആരംഭിച്ചത്. കേരളത്തിലെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി കൊണ്ടുവന്ന പദ്ധതിയുടെ പേര്? കേരളത്തിലെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി കൊണ്ടുവന്ന പദ്ധതിയുടെ പേര് നെറ്റ് സീറോ എമിഷൻ എന്നാണ് കേരളത്തിലെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി കൊണ്ടുവന്ന പദ്ധതിയുടെ പേര്. ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും സംരക്ഷണത്തിനായി കൊണ്ടുവന്ന പദ്ധതിയുടെ പേര്? സംരക്ഷണത്തിനായി കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് ദേവാങ്കണം ചാരുഹരിതം എന്നാണ്. ഇത് ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും സംരക്ഷണത്തിനായി കൊണ്ടുവന്നതാണ്. അടുത്തതാണ് നാട്ടുമാവുകളുടെ സംരക്ഷണത്തിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി. ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നാട്ടുമാവും തണലും എന്നത്. ഇത് നാട്ടുമാവുകളുടെ സംരക്ഷണത്തിനായി കൊണ്ടുവന്നതാണ്, നാട്ടുമാവും തണലും എന്നുള്ളത്. കൂടുതൽ കടുവകളുള്ള ടൈഗർ റിസർവ് ഏതാണ്? ജിം കോർബറ്റ് ആണ് കൂടുതൽ കടുവകളുള്ള ടൈഗർ റിസർവ്. COP13 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി വേദി ഏതാണ്? COP13 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി വേദി ബ്രസീലാണ്. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.